ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ചിക്കൻ റോസ്റ്റ് ആണ്. ചിക്കൻ റോസ്റ്റ് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കനാണ്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൽ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് വേണം. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അല്ലേ. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ അളവിലുള്ള എണ്ണയാണ് ഒഴിക്കുന്നത്. ചിക്കൻ 1 കിലോയാണുള്ളത്. ഈ ചൂടായ എണ്ണയിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചെടുത്താണ് അതിട്ട് കൊടുക്കാം. അതുപോലെ 6 അല്ലി വെളുത്തുള്ളി അതൊന്ന് ചതച്ചെടുത്തിരിക്കുന്നതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. സവാള ഞാനിപ്പോൾ ഇവിടെ വലിപ്പമുള്ള 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതേസമയത്ത് നിങ്ങൾ എടുക്കുമ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ 4 സവാള എടുക്കുക. ഇനി ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ സവാള വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോഴത്തേക്കും നമുക്കറിയാം സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. റോസ്റ്റൊക്കെ ആകുമ്പോഴേക്കും ഒരല്പം വലിപ്പമുള്ള പാത്രമാണ് നല്ലത്. നമ്മൾ തീരെ ചെറിയ ചീനിച്ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഇളക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. സവാളയൊക്കെ ഒന്ന് പകുതി വഴന്നു വരുമ്പോഴേക്കും ഇതിലേക്ക് 3 പച്ചമുളക് കനം കുറച്ച് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഇതൊരല്പം സ്പൈസി ആയിട്ട് തന്നെയുള്ളൊരു റോസ്റ്റാണ്. അപ്പം നമുക്ക് കൂടുതലായിട്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് 2-3 പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഗരം മസാല. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് മറക്കരുത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമാണത്. നമ്മളെപ്പോഴും മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുമ്പം തീ വളരെ കുറച്ച് വേണം വെക്കാനായിട്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നമ്മുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പില ഇതിനകത്ത് ചേർക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് അത് ചേർക്കാത്തത്. നമ്മൾ ആ സവാളയൊക്കെ വഴന്ന് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടി ഒന്ന് പച്ചമണം മാറി വരുന്നിടം വരെ ഒന്ന് ചൂടാക്കി എടുക്കണം മസാലയൊക്കെ. ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരുപാട് അങ്ങ് എരിവും വരത്തില്ല. എന്നാലും നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ഒരു കളറും കാണും. ചിക്കനിലൊക്കെ ആണെങ്കിൽ പോലും ഒരു കളറുണ്ടാവും. മസാലയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ചിക്കൻ കൂടി ഇട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ആ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ക്രഷ്ഡ് ചില്ലിയും ഇതിൽ മസാല എല്ലാം കൂടെ ചേർന്ന് വരുന്ന ചിക്കൻ ആയതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതങ്ങ് മൂടി വെച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റ് മതി നമ്മുടെ ചിക്കനൊക്കെ വെന്ത് കിട്ടാനായിട്ട്. ഇത് മൂടി വെച്ച് കൊടുത്തേക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ ആ സവാള വഴറ്റിയപ്പം. അപ്പം കുറച്ചുകൂടി ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം സ്പൂൺ അളവിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ചിക്കൻ മൂടി വെക്കുമ്പോഴേക്കും ഇതിൽ നിന്നുള്ള ആ ഒരു വെള്ളം അങ്ങ് ഇറങ്ങും. ചിക്കനകത്തെ തന്നെ വെള്ളം. ചിക്കനൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടും വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല വേവിക്കാനായിട്ട്. പിന്നീട് ഒരുപാട് ചാറ് കറിയൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.